കൂടിയാണ്. എന്തായാലും നമ്മൾ നേരെ പോകുന്നത് എറണാകുളം മൊക്കൽ ഗവൺമെന്റ് LP സ്കൂളിൻ്റെമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. അവിടെ സ്കൂളിന്റെ മതിൽ തകർന്ന് വീണതൊരു വലിയ വിവാദമൊക്കെ ആയിരുന്നു. അതിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം വർഷങ്ങൾ പഴക്കമുള്ള ഒരു മതിലാണ്. അത് പുനർനിർമ്മിക്കാനോ അല്ലെങ്കിൽ അത് മാറ്റി പണിയാനോ ഒന്നും അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ള പരാതികളൊക്കെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഈ വിദ്യാലയങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇത്തരം മതിൽ പൊളിയലും കെട്ടിടം തകരലും ഒക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ ഒക്കലിലും വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. കാരണം ഇത് വിദ്യാർത്ഥികളുടെ ദേഹത്തെങ്ങാനും വീണിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടാകാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ എന്തൊക്കെ പ്രതിഷേധങ്ങൾ നടക്കുന്നു? ഈ മതിൽ പുനർനിർമ്മിക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ അധികൃതർ? ജിർസി, ഗുഡ് മോർണിംഗ്. അതായത് ഇന്നലെ ഈ അപകടം നടന്നത് ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ടാണ്. ഇന്നലെ രാവിലെ 9 മണിക്കാണ് ഈ അപകടം നടക്കുന്നത്. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് വലിയ അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദുരന്തത്തിലേക്ക് ഇത് പോകാത്തതെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. അതായത് കഴിഞ്ഞ കുറേ കാലമായി ഇവർ പഞ്ചായത്തിനടക്കം ഈ മതിൽ പൊളിച്ചു മാറ്റി പുതിയത് പണിയണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നതാണ്. ഇത് ചെങ്കൽ ഉപയോഗിച്ച് വളരെ പഴക്കമുള്ള ഒരു മതിലാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു പണിത മതിലാണ്. അപ്പോൾ ഇത് മാറ്റി സ്ഥാപിക്കണമെന്ന് പല തവണയായി പഞ്ചായത്തിനോട് ഇവിടുത്തെ പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ അത് നടത്തിക്കൊടുത്തില്ല. ഇത് ഈ മതിൽ വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു. എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഈ മതിലുണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ടും ഇത് ഒരു തരത്തിലും പുനർനിർമ്മിക്കാൻ തയ്യാറായില്ല. ഏതായാലും ഇന്നലെ രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ മതിൽ ഇങ്ങോട്ടേക്ക് ഇടിഞ്ഞു. ഇത് ഈ പ്രധാന പാതയാണ്. ഈ കാണുന്ന റോഡ് 2 സ്കൂളിലേക്ക്, ഈ LP സ്കൂളിലേക്കും തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഈ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും പോകുന്ന സ്വകാര്യ പാതയാണ്. അപ്പോൾ ഇത് ഈ വഴിയിൽ കൂടിയാണ് ഈ വിദ്യാർത്ഥികളൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്നോ മറ്റോ ആയിരുന്നു ഈ അപകടം നടന്നിരുന്നെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് പോകുമായിരുന്നു എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. നമുക്കും ചില നാട്ടുകാർ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ഇപ്പം കഴിഞ്ഞ കുറെ നാളായിട്ട് നിങ്ങളിങ്ങനെ പഞ്ചായത്തിലടക്കം പരാതി കൊടുത്തിരുന്നല്ലോ. പരാതി കൊടുത്തിട്ട് ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പൊ ഈ അടുത്ത ദിവസം കൂടി ഇവിടുന്ന് പേപ്പർ കൊടുത്തേക്കണതാണ്. അപ്പം ഫണ്ടില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ സ്കൂൾ തുറക്കണേക്കായി മുന്നേ ഇത് ചെയ്യാൻ പറഞ്ഞാണ്. ഇവിടെ ഒരു ബയോഗ്യാസിന്റെ ഒരു ഇത് വെറുതെ ഒരു പ്രവർത്തനമില്ലാത്തൊരു ഇത് നിൽപ്പുണ്ടായി. അതൊന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് വരും അവർ തിരിഞ്ഞു നോക്കിയില്ല. ഇന്നലെ ഇത് ആളുകൾ മുഴുവനും കാണും എന്നുള്ള ഇതിൽ എല്ലാം ക്ലീൻ ചെയ്ത് ഈ അപകടം നടന്ന ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കല്ലും എല്ലാം തന്നെ JCB വെച്ച് മാറ്റിയല്ലേ? അത് ആ സെക്കൻഡിൽ അവർ റെഡിയാക്കി. ഇതേപോലെ തന്നെ ഫ്രണ്ടിൽ ചെന്ന് നോക്കിയാൽ കാണാം ആ മതിലും വിണ്ട് പൊളിഞ്ഞ് നിൽക്കാണ്. നിങ്ങൾ ഫ്രണ്ടിൽ ചെന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ജിൽസി, മറ്റൊരു കാര്യം, നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ നമ്മളോട് പറയുന്നത്, അതായത് ഈ സ്കൂളിന്റെ ഒരു കെട്ടിടം അതും എപ്പോൾ വേണമെങ്കിലും തകർന്നു വീരാവുന്ന ഒരു അവസ്ഥയിലാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ആ കെട്ടിടം കാണാൻ സാധിക്കും. അതായത് ആ കാണുന്ന കെട്ടിടം അത് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് എന്ന് പലതവണ നാട്ടുകാർ പറഞ്ഞതാണ്. അത് പക്ഷേ ഇത്തവണ അത് കെട്ടിടം മാറ്റി സ്ഥാപിക്കുന്നതിന് പകരം അല്ലെങ്കിൽ കെട്ടിടം പൊളിച്ചു കളഞ്ഞ് പുതിയത് പണിയുന്നതിന് പകരം ആ കെട്ടിടത്തിന്റെ മുകളിൽ തന്നെ വീണ്ടും ഓടിടുകയാണ് ചെയ്തല്ലേ? ഇല്ല, ഓടിയുടെ സീലിംഗ് ചെയ്തേക്കാണ്. സീലിംഗ് ചെയ്തത് കൊണ്ട് അതിന്റെ മേൽക്കൂരയുടെ വഴക്കോ അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പലതവണ പഞ്ചായത്തിന്റെ അധികൃതരോട് നേരിട്ട് PTA ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ്. നിസ്സംഗ മനോഭാവമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന്. കാരണം LKG UKG പഠിക്കുന്ന കുട്ടികളാണ്. കാരണം നമുക്കറിയാം, കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് ആ സ്കൂളിന്റെ കെട്ടിടങ്ങൾ. ജിൽസി, അതായത് ഈ വഴിയിൽ ഇന്നലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മതിൽ തകർന്നു വീണ് കുട്ടികൾ, അതായത് LP സ്കൂളിലെ കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഈ അപകട സമയത്ത് കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിൽ അതിന് ആര് ഉത്തരവാദിത്വം പറയുമായിരുന്നു എന്നാണ് ഈ നാട്ടുകാർ ചോദിക്കുന്നത്. ഒപ്പം തന്നെ സ്കൂൾ കെട്ടിടത്തിന്റെ പ്രശ്നം ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും ഇതിൽ കൃത്യമായ ഒരു പ്രതിഷേധമടക്കം നാട്ടുകാർ രേഖപ്പെടുത്തും. മറ്റു കാര്യങ്ങൾ പഞ്ചായത്തിലേക്ക് അടക്കം ഇവർ പ്രതിഷേധവുമായി പോകുമെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും വലിയ അനാസ്ഥയാണ് അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്നത് എന്ന് അവിടെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുകയാണ്. മതിലിടിഞ്ഞ് വീണതിന് പുറമെ അവിടെ മറ്റൊരു കെട്ടിടം കൂടി, സ്കൂൾ കെട്ടിടം കൂടി നിൽക്കുന്നുണ്ട്. അത് കാലപ്പഴക്കം ചെന്നൊരു കെട്ടിടമാണ്. അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുകയാണ്. നമ്മളെല്ലാവരും കരുതി ഈ കൊല്ലത്തെ മിഥുന്റെ അപകട മരണം ഉണ്ടായ ശേഷം സ്കൂളുകളിലൊക്കെ വലിയ സുരക്ഷാ ഓഡിറ്റൊക്കെ നടത്തും, അല്ലെങ്കിൽ വലിയ ശ്രദ്ധ അധികൃതർക്ക് ഉണ്ടാകുമെന്നൊക്കെ വെറുതെ കരുതിയതാണ്. കാരണം ഇപ്പോഴും പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ അശ്രദ്ധമായി കിടക്കുകയാണ് മിക്ക സ്കൂളുകളിലും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ലഭിക്കും.